ഹലോ 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 ഞാനിന്നിടുന്ന വീഡിയോ എണ്ണ കാച്ചുന്നത് എന്തൊക്കെ ചേർത്തിട്ടാണെന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. ഞാനത് ഇന്നലെ പറഞ്ഞായിരുന്നു. 1 കിലോ എണ്ണയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതായത് 1 കിലോ എണ്ണ കാച്ചുന്നതിന് മുടി വളരാനും നര മാറാനും വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണിത്. അതായത് 1 കിലോ എണ്ണയ്ക്ക് വേണ്ട സാധനങ്ങൾ ചെയ്ത് കാണിക്കാൻ എനിക്ക് പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തന്നിരുന്നു. 1 കിലോ എണ്ണ കാച്ചുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1 പിടി കൈതോന്നി, 1 പിടി നീലയാമ്പരി ഇല, 1 പിടി നെല്ലിക്ക ചതച്ചത്, 1 പിടി കറിവേപ്പിലയില. ഇതെല്ലാം നല്ല രീതിക്ക് ചതയ്ക്കുക. 1 തണ്ട് കറ്റാർവാഴയുടെ ജെല്ലെടുക്കുക. 1 തണ്ട് അതെടുക്കുമ്പോൾ എത്ര കിട്ടും അത്രയും ജെല്ലെടുക്കുക. പിന്നെ ബ്രഹ്മി കിട്ടുന്നുണ്ടെങ്കിൽ ബ്രഹ്മി ഓപ്ഷണലാണ്. പക്ഷേ തലയ്ക്ക് നല്ല തണുപ്പിനും കുളിർമയ്ക്കും വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ബ്രഹ്മി ഒരു 2 3 തണ്ട് അതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചതച്ചെടുക്കുക. ഇതെല്ലാം കൂടി ചതച്ച് മാറ്റി വയ്ക്കുക, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി. അതിനുശേഷം ഒരു 2 സ്പൂൺ ഉലുവ, 2 സ്പൂണ് എള്ള് മസ്റ്റാ ചേർക്കണം. എള്ള് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ഇടുക. അതുപോലെ ഉലുവയും ജസ്റ്റ് ഒന്ന് പച്ച ഉലുവയാണ് ക്രഷ് ചെയ്യുക. എല്ലാവരും ചിലപ്പോൾ വറുത്ത ഉലുവയൊക്കെ എടുത്ത് തട്ടിക്കൊടുക്കും. അതൊന്നും ചെയ്യരുത്. ക്രഷ് ചെയ്ത പച്ച ഉലുവയാണ് ചേർക്കേണ്ടത്. 1 സ്പൂൺ തേയിലയും 1 സ്പൂണേ ചേർക്കാവൂ, കൂടുതൽ ചേർക്കരുത്. 1 സ്പൂണ്. അതിനുശേഷം പൂവാങ്കുരുന്നില എന്ന് പറയുന്നത് ഞാൻ പറയാൻ വിട്ടുപോയി. ആ പൂവാങ്കുരുന്നില എല്ലായിടത്തും കിട്ടുന്നതാണ്. അതിന് വേറൊരു പേര് പറയാതെ എനിക്കറിയത്തില്ല. പൂവാങ്കുരുന്നില ഒരു 2 3 തണ്ടേ ചേർക്കാവൂ. മൈലാഞ്ചി ഇലയും അതുപോലെയാണ്. ഒരു 2 3 തണ്ടേ ചേർക്കാവൂ, കൂടുതൽ ചേർക്കരുത്. കാരണം നമുക്ക് നരയുണ്ടെങ്കിൽ അത് മാറി നല്ലൊരു ഇത് വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നീലയമരി ഒരുപാട് ചേർത്താൽ എത്ര ചേർത്താലും കുഴപ്പമില്ലെങ്കിലും 1 പിടി ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ഈ വെള്ളം എല്ലാത്തിനും ജലാംശമുണ്ട്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലിട്ട് ജലാംശം ഒന്ന് മാറ്റിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ആദ്യം പച്ചില മരുന്നിട്ട് ഒന്ന് തിളപ്പിച്ച് കുറച്ച് സമയം ഒന്ന് കറക്കി കൊടുക്കുക. അതിനുശേഷം നല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പൊടികൾ ചേർക്കുക. ചേർത്ത ശേഷം നല്ല പാത്രപരുവമായി വരുമ്പോൾ, അതായത് നല്ല വറ്റി കുറച്ചുകൂടെ വറ്റി 1 കിലോ എണ്ണ എങ്ങനെയാണ് വറ്റി റെഡിയായി വരുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ വറ്റി വരുന്ന സമയത്ത് നമ്മളിതിൽ ഒരു ഹൈലൈറ്റായിട്ട് ഒരു സാധനം ചേർക്കുന്നുണ്ട്. അതായത് അഞ്ചനക്കല്ല് എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് അങ്ങാടിക്കടയിൽ കിട്ടും വാങ്ങിക്കാനായിട്ട്. അത് ഈ പാത്ര പരുവമാകുമ്പോഴാണ് അത് സാധാരണ ചേർക്കുന്നത്. പഞ്ചനക്കല്ല് ചേർക്കുക. ചേർത്ത ശേഷം വീണ്ടും 2 3 പ്രാവശ്യം കുറച്ച് തിളച്ച് നല്ല വരുമ്പോഴത്തേക്ക് 2 3 അരി ഇട്ട് നോക്കി. അപ്പോഴത് പരുവമായി എന്നുള്ള പൊട്ടുമ്പോഴേ അറിയാൻ കഴിയും. എന്നിട്ടും ജസ്റ്റ് ഒന്നുകൂടി ഇതാക്കി എടുക്കുക. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. കൂട്ടുകാരെ, ഈ